ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ, ഞാൻ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി നമ്മളെ ചാനലിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ സമയത്തും മടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മൾ സ്കൂളെല്ലാം പൂട്ടിയതിന് ശേഷമുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ചിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എല്ലാം സ്റ്റാർട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ലഡു കഴിക്കുകയാണ് കേട്ടോ. ഇത് ലഡു അമൃതപ്പൊടി കൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ലഡുവാണ്. അത് കഴിച്ചതിന് ശേഷം പിന്നെ ഓട്ടാടയും പിന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. മീൻ കറി ഓട്ടാടയും ഭയങ്കര കോമ്പിനേഷൻ അല്ലേ. ചിക്കൻ കറി അതുപോലെ തന്നെ ഇറച്ചിക്കറിയൊക്കെ ഭയങ്കര കോമ്പിനേഷനാണല്ലോ ഓട്ടാടയൊക്കെ. അപ്പോൾ ഇത് ഞാൻ കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് നമ്മളെ ഇപ്പോൾ സ്കൂളൊക്കെ പോയിട്ടുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് മുറ്റടിച്ച് വരൽ എന്നുള്ളത്. അപ്പം നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് ചണ്ടിയുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും ചണ്ടിയാണ്. അപ്പോൾ അതൊക്കെ അടിച്ച് വരേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നല്ല ചണ്ടി വീഴുന്ന ഒരു ഇതാണ്. ചുറ്റുഭാഗത്തും നല്ല മരങ്ങളും ഉണ്ട്. അതിൽ നിന്ന് നല്ലോണമായിട്ട് വീഴുന്ന നല്ല ഇലകളും ഉണ്ട് കേട്ടോ. നല്ലോണം ഉണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ച് വരണം. അതൊക്കെ അടിച്ച് വരിക എന്നുള്ളത് വല്ലാത്തൊരു ഡ്യൂട്ടിയാണ്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും വിയർത്തിട്ടൊരു പരുവാവും കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അടിച്ച് തരാം. എല്ലാം അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം വൃത്തിയായിട്ട് അടിച്ച് വാരിയിട്ടുണ്ട്. എല്ലാ ചണ്ടി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടികളെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ മാവിൽ നല്ല മാങ്ങയൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുറച്ച് ചില ഭാഗങ്ങളിലൊക്കെ മാങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ മാങ്ങ ഉണ്ടായപ്പോൾ കാണിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെന്നെ പറഞ്ഞല്ലോ, മുറ്റം ഫുള്ള് അടിച്ചിട്ട് കഴിഞ്ഞാൽ വിയർത്തിട്ടൊരു ഇതാവുന്നത്. അപ്പോൾ വിയർപ്പൊക്കെ ഒന്ന് മാറിയിട്ടേ പിന്നെ അത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ചേരം ഒരു കൂൾ ആയി നിൽക്കുന്ന സമയമാണ്. ഫോണിലൊക്കെ നോക്കി കുറച്ചേരം റെസ്റ്റ് എടുക്കും. എന്നിട്ടാണ് പിന്നെ മറ്റു പരിപാടികളിലേക്ക് കിടക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം മേലും ഒക്കെ ഒന്ന് വിയർപ്പെല്ലാം ഒന്ന് പോയതിന് ശേഷം പിന്നെ അടിച്ചു വരാണ് കേട്ടോ. അടിച്ചു വരില്ല, തുടക്കം, അതൊക്കെയാണ് എൻ്റെ പണികൾ. അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നും നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഇതുപോലെ അതിന് വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനിയനിപ്പോൾ കയ്യിൽ എന്തൊക്കെ പത്തിരി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് അവന്. അപ്പോൾ അവർ അങ്ങനെ ഓരോ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ചോറൊക്കെ ഊറ്റാണ്. ഇതിൻ്റെ ഇടയിൽ ചില ക്ലിപ്സൊക്കെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ചോറൊക്കെ ഊറ്റൽ നമ്മളിങ്ങനെയാണ്, ഇതുപോലെ കൊട്ടക്കൈയിൽ ഇങ്ങനെ തിരിച്ചാക്കിയിട്ട് അങ്ങനെ ചോറ് ഊറ്റലാണ്. ചില വീട്ടിലൊക്കെ ഫുള്ള് ആയിട്ട് ഒരു ഇതിലേക്കാണ് ഇട്ടിട്ട് അങ്ങനെ അതിലുള്ള വെള്ളമെല്ലാം ആകെ കളയാവുന്നതാണ്. അപ്പോൾ പല രീതിയിലുള്ള ഉണ്ടാവും. നമ്മുടെ വീട്ടിലിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിന് ചോറ് ഊറ്റലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ചോറ് ഊറ്റാറുള്ളത്. ഞാൻ ചോറൂറ്റലൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അനിയനൊക്കെ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്ക് റോബസ്റ്ററായി ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അവന് അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അവനതൊക്കെ കഴിച്ച ശേഷം അവനെ ഉറങ്ങാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതുപോലെ പച്ചവെള്ളം പിന്നെ നമ്മൾ കേക്കും കഴിക്കുകയാണ് കേട്ടോ. അപ്പം
ചായ ഞാൻ അധികം കുടിക്കലില്ല, പച്ചവെള്ളമാണ് എൻ്റെ മെയിൻ സാധനം. വൈകുന്നേരം ചായ കുടിക്കും, ഇപ്പോഴൊക്കെ വെള്ളമാണ് കുടിക്കൽ. അതൊക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ അനിയത്തിയും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് അനിയത്തി ഉറങ്ങുകയാണ്, തൊട്ടിലിയിലാണ് അനിയത്തി ഉറങ്ങൽ. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ ഇതാണ് കേട്ടോ. അങ്ങനെ കുളിക്കൂടി കഴിഞ്ഞ ശേഷം പിന്നെ അയലിലൊക്കെ ഫുള്ള് നമ്മളെ ഡ്രസ്സൊക്കെ വെച്ച് വെള്ളം വിരിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഉണങ്ങുമല്ലോ, നമ്മൾ നല്ല വെയിലായതുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ പോയി കേട്ടോ, മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കണം, എന്നാലേ ഒരു സുഖമുള്ളൂ. പിന്നെ നമ്മൾ മുറ്റത്ത് പെട്ടെന്ന് ഇങ്ങനെ ചണ്ടി നിറയും കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഫുള്ള് മരങ്ങളായതുകൊണ്ട് വേഗം ചണ്ടി നിറയും, വെറുതെ അടിച്ചു വരുന്നതൊക്കെ. പക്ഷെ നമ്മളൊരു രാവിലെ ആ ഒരു കർമ്മം തീർക്കുക എന്ന ആ ഒരു ഇതിലൂടെ എന്തായാലും അടിച്ചു വരും. അപ്പോൾ നമ്മൾ ഈ ഒരു മാവിൻ്റെ പ്രത്യേകത, പെട്ടെന്ന് താഴേക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, മാങ്ങൊക്കെ വേഗം പൊട്ടിട്ടോ ഉണ്ടാവും, വീണപ്പോഴേക്കും പൊട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കണം, ഇതിങ്ങനെ നോക്കണം, ഉണ്ടോ ഇല്ലെങ്കിലും ഒന്ന് വന്ന് നോക്കുന്ന ഒരു സുഖമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാവിലെ മാങ്ങയാണ് കാണിച്ചു തരുന്നത്, എനിക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ മാങ്ങ വന്നിട്ട് അതൊക്കെ എടുത്തതല്ലേ, അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഇനി. അപ്പോൾ മാങ്ങയൊക്കെ തിന്നതിന് ശേഷം പിന്നെ ചോറ് കഴിക്കുകയാണ്. ഉച്ചക്ക് ചോറും പിന്നെ നമ്മൾ വെള്ളരിൻ്റെ കറിയും ഉണ്ടായിരുന്നു, പിന്നെ മാങ്ങ ചമ്മന്തി, നമ്മളെ മാവിൽ നിന്നൊക്കെ കിട്ടുന്ന മാങ്ങ കൊണ്ട് നമ്മൾ ചമ്മന്തി അരക്കാറുണ്ട്, അങ്ങനെ ചമ്മന്തിയും പിന്നെ വെത്തൽ പൊരിച്ചതുമാണ് കേട്ടുള്ളത്. പിന്നെ ഇന്ന് ഉപ്പേരികളൊന്നുമില്ല, പിന്നെ എൻ്റെ ഉമ്മച്ചി നോമ്പ് വിട്ടതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ എനിക്കങ്ങനെ എല്ലാതും ഇങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ, എന്തായാലും കഴിക്കും, അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതൊക്കെ മതി ഇനി കഴിക്കാൻ. അങ്ങനെ ഏതായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഇതെൻ്റെ അനിയൻ്റെ JCB ആണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ JCB, ബസ്, കാർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ JCBൻ്റെ ഉള്ളിൽ ആളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ച്യൂയിങ് കഴിക്കുകയാണ്. ഇങ്ങനെ ച്യൂയിങ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു രസമാണല്ലോ. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്നുള്ളൊരു സുഖമാണ്. അപ്പോൾ ച്യൂയിങ് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഉറങ്ങിയൊക്കെ എണീറ്റതിന് ശേഷം പിന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇന്ന് ഉമ്മ നോമ്പിട്ടുണ്ട്, വൈകുന്നേരം വച്ചിപ്പം കഴിക്കാം, പിന്നെ ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ രണ്ട് ഷേപ്പിലായിട്ടാണ് ഉണ്ടാക്കൽ, പല ആൾക്കും പല ഷേപ്പിലാണ് എൻ്റെ ഇഷ്ടം, അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ബ്രെഡ് പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. നമ്മൾ വൈകുന്നേരം എനിക്കങ്ങനെ ചായ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ വൈകുന്നേരം ചായ കുടിക്കും കേട്ടോ. വൈകുന്നേരം ചായയും ബ്രെഡ് പൊരിച്ചതുമാണ് കഴിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടും കഴിച്ച് ഫില്ലാക്കാം.
അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം പിന്നെ അയലിനൊക്കെ എടുത്തുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് തന്നെ പരിപാടി ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ രാത്രി നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് തന്നെയാണ് കഴിക്കാണ്ടിരുന്നത്. പിന്നെ പച്ചമുന്തിരിയൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. എന്നാൽ ബൈ, അസ്സലാമു അലൈക്കും.